ഇപ്പോൾ ജാബിർ അടുത്തൊരു ഹദീസിൽ പറയാണ്, ജാബിർ തന്നെ പറയുന്നു, സമുദ്രതീരത്ത് തിമിംഗലം എന്ന് വിളിക്കുന്ന ഒരു ജീവി ഞങ്ങൾ കടിഞ്ഞു കിട്ടി. അരമാസക്കാലം ഞങ്ങൾ അതിൽ നിന്ന് ഭക്ഷിച്ചു. അതിൻ്റെ കൊഴുപ്പെടുത്ത് ഉരുക്കി ശരീരത്തിൽ പുരട്ടി. അങ്ങനെ ഞങ്ങളുടെ ക്ഷീണിച്ചു മെലിഞ്ഞ ശരീരമെല്ലാം പൂർവ്വസ്ഥിതി പ്രാപിച്ചു. മറ്റൊരു റിവായത്തിൽ ഇപ്രകാരമാണുള്ളത്, നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുകയെന്ന് അബൂ ഉബൈദ പറഞ്ഞു. മദീനയിലെത്തിയപ്പോൾ ഈ വിവരം ഞങ്ങൾ തിരുമേനിയെ ഉണർത്തി. അവിടുന്ന് പറഞ്ഞു, അള്ളാഹു പ്രദാനം ചെയ്ത ആഹാരം നിങ്ങൾക്ക് ഭക്ഷിക്കാം, വല്ലതും ബാക്കിയുണ്ടെങ്കിൽ ഞങ്ങൾക്ക്. അവരിലൊരാൾ ഒരു കഷ്ണം തിരുമേനിക്കും കൊടുത്തു. അവിടുന്ന് അത് ഭക്ഷിച്ചു. സ്വഹീഹുൽ ബുഖാരി അധ്യായം 63 ഹദീസ് നമ്പർ 1640 പേജ് 802. ആ ഡോക്ടറെ എന്തു പറ്റി ഡോക്ടറെ? സമുദ്രത്തിൽ ഈ സാധനമൊക്കെ ഈ തിരുമംഗലത്തിനെ കഴിക്കാനൊന്നും ന്യായപ്രമാണത്തിലല്ലല്ലോ. അതുമാത്രമല്ല, ആ കൊഴുപ്പെടുത്ത് അങ്ങോട്ട് ഉരുട്ടിയിട്ട് ശരീരത്തൊക്കെ അങ്ങോട്ട് പെരട്ടിയിട്ട് ആ മുഹമ്മദിൻ്റെ അനുയായികളായിട്ടുള്ളവർ എന്ത് ചെയ്തു? ഫയൽമാനില്ലേ, ജിംനേഷ്യത്തിനൊക്കെ ബോഡി ബിൽഡറൊക്കെ കൊഴുപ്പ് പുരട്ടിയിട്ട് വന്ന് നിൽക്കുന്നിടക്കൊക്കെ ആയിരിക്കും ചിലപ്പോൾ തിന്നതല്ലേ. പട്ടിണി കൊണ്ട് നട്ടം തിരിഞ്ഞ സമയത്ത് കിട്ടിയ ഭക്ഷണം വാരി വലിച്ച് തിന്നു ഡോക്ടറെ അവർ. ശരിക്കും അങ്ങ് കഴിച്ചു. എന്ത് ചെയ്യാൻ പറ്റും ഡോക്ടറെ? ഡോക്ടറെ വല്ലാത്ത അവസ്ഥയായിപ്പോയില്ലേ ഡോക്ടറെ? പട്ടിണി കൊണ്ട് നട്ടം തിരിഞ്ഞു നിന്നപ്പോഴത്തേനും മുഹമ്മദിൻ്റെ അടിമകൾ അനുയായികൾ എന്ത് ചെയ്തു? തിമിംഗലത്തിനെ വരെ തിന്നു. അപ്പോൾ സമുദ്രജീവികളിൽ ഭക്ഷിക്കാൻ അനുവാദം ഉണ്ടായിരുന്ന ന്യായപ്രമാണം പറയുന്നത് കടലുകളിലും നദികളിലും ഉള്ള വെള്ളത്തിൽ ചിറകും ചെതുമ്പലും ഉള്ളവ ഒക്കെയും നിങ്ങൾക്ക് തിന്നാം. എന്നാൽ കടലുകളിലും നദികളിലും ഉള്ള വെള്ളത്തിൽ ചലനം ചെയ്യുന്ന എല്ലാറ്റിലും വെള്ളത്തിലുള്ള സകല ജന്തുക്കളിലും ചിറകും ചെതുമ്പലും ഇല്ലാത്തതൊക്കെ നിങ്ങൾക്ക് അറപ്പായിരിക്കണം. അവ നിങ്ങൾക്ക് അറപ്പായി തന്നെ ഇരിക്കണം. അവയുടെ മാംസം തിന്നരുത് എന്നാണ്. തിമിംഗലത്തിലുള്ള ചിറകുണ്ടെങ്കിലും ചെതുമ്പലില്ല. മനസ്സിലായോ? തിമിംഗലത്തിന് ചിറകുണ്ടെങ്കിലും ചെതുമ്പലില്ല എന്ന കാര്യം എല്ലാവർക്കും അറിയാം. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഡോക്ടറിന് ചിലപ്പോൾ അറിയാവോ ഇല്ലയോ എന്ന് അറിയത്തില്ല ഡോക്ടറെ. ഇസ്രയേലിയരെ സംബന്ധിച്ചിടത്തോളം ഭക്ഷിക്കാൻ അനുവാദമില്ലാതിരുന്ന അശുദ്ധ ജീവിയായിരുന്നു തിമിംഗലം. പക്ഷെ ന്യായപ്രമാണം പുനഃസ്ഥാപിക്കാൻ വന്നു എന്ന്, അല്ലെങ്കിൽ അതിനെ കൂട്ടി ഉറപ്പിക്കാൻ വന്നു എന്നൊക്കെ മുസ്ലിങ്ങൾ അവകാശപ്പെടുന്ന ഡോക്ടറിൻ്റെ ഒക്കെ ഡോക്ടറിന് ട്രഡീഷൻ കൊണ്ടെത്തുന്ന മുഹമ്മദ് ന്യായപ്രമാണത്തിന് ഇങ്ങനെയുള്ള ഒരു കൽപ്പന എന്തായിരുന്നു? അറിയാതെ പോയില്ല ഡോക്ടറെ. ഇനി ഡോക്ടർ പറഞ്ഞ പന്നി മാംസത്തിലേക്ക് വരാൻ ഡോക്ടർ ചിലപ്പോൾ ഖുറാൻ വായിക്കാൻ ഡോക്ടറിന് ബുദ്ധിമുട്ടായിരിക്കും. കാരണം അത് ആയിട്ട് ചിലപ്പോൾ തോന്നിക്കാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഈശോ ആ പുസ്തകം വായിച്ചാൽ ശരിയാകത്തില്ല എന്ന് ഡോക്ടറിന് ഉള്ളിൽ ചിന്തയുള്ളത് കൊണ്ടായിരിക്കാമല്ലോ ഡോക്ടർ ചിലപ്പം ഈ ബൈബിൾ എടുത്തത്. അപ്പോൾ നമുക്ക് ഈ 5-ാം അധ്യായം അറിയാമായിരിക്കുമല്ലോ, അതിൻ്റെ 3 വായിച്ചു നോക്കാം. 5-ന്റെ 3. ശവവും രക്തവും പന്നിമാംസവും അല്ലാഹു അല്ലാത്തവരുടെ നാമത്തിൽ അറക്കപ്പെട്ടതും ശ്വാസം മുട്ടിയോ അടിയേറ്റോ ചത്തതും മുകളിൽ നിന്ന് താഴോട്ട് വീണ് ചത്തുപോയതും തമ്മിൽ കുത്തിച്ചത്തതും ഹൃംസജന്തുക്കൾ പരിക്കേൽപ്പിച്ചതും അനന്തരം ചാകുന്നതിനു മുമ്പ് നിങ്ങൾ അറുത്തിട്ടുള്ളത് ഇതിൽ നിന്ന് ഒഴിവാകുന്നു. പ്രതിഷ്ഠകൾക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെട്ടതും നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ അമ്പുകൊണ്ട് ഭാഗ്യം പരീക്ഷിക്കുന്നതും നിഷിദ്ധമാക്കുന്നു. ഇതെല്ലാം കടുത്ത അധർമ്മമാകുന്നു. ഇന്ന് സത്യനിഷേധികൾ നിങ്ങളുടെ ദീനിനെ സംബന്ധിച്ച് തികച്ചും നിരാശരായി കഴിഞ്ഞിരിക്കുന്നു. അതിനാൽ നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട, എന്നെ ഭയപ്പെടുവിൻ. ഇന്ന് ഞാൻ നിങ്ങളുടെ ദീൻ നിങ്ങൾക്ക് സമ്പൂർണ്ണമാക്കി തന്നിരിക്കുന്നു. എൻ്റെ അനുഗ്രഹം നിങ്ങളിൽ തികയ്ക്കുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഇസ്ലാമിനെ ദീൻ എന്ന നിലയിൽ ഞാൻ തൃപ്തിപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതിനാൽ നിങ്ങൾക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ഹിതാഹിത നിയമങ്ങൾ പാലിക്കുവിൻ. വല്ലവനും പാപം ചെയ്യണമെന്ന വിചാരത്തോടെ അല്ലാതെ അസഹ്യമായ വിശപ്പ് കൊണ്ട് നിർബന്ധിതനായാൽ ഇവയിൽ എന്തെങ്കിലും തിന്നേണ്ടി വന്നാൽ നിസ്സംശയം അല്ലാഹു മാപ്പരുളുന്നവനും ദയാപരനുമാകുന്നു. ഇപ്പൊ ഡോക്ടറെ അസഹ്യമായ വിശപ്പ് വരുന്ന സമയത്ത് ഡോക്ടറിന് ശവം, രക്തം, പന്നിമാംസം, അല്ലാഹു അല്ലാത്തവരുടെ നാമത്തിൽ അറക്കപ്പെട്ടത്, ശ്വാസം മുട്ടിയോ അടിയേറ്റോ ചത്തത്, മുകളിൽ നിന്ന് താഴോട്ട് വീണ് ചത്തുപോയതും തമ്മിൽ കുത്തി ചത്തതും ഹൃംസജന്തുക്കൾ പരിക്കേൽപ്പിച്ചതും അനന്തരം ചാകുന്നതിന് മുമ്പ് നിങ്ങൾ അറുത്തിട്ടുള്ളത് ഇതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു പറയുന്ന സാധനം മുഴുവനും അസഹ്യമായ പട്ടിണിയാകുന്ന സാഹചര്യത്തിൽ തിന്നാം. ഡോക്ടർ ഒരു ഭാഗം പറയുന്നൊരു വേണ്ട, അതൊന്ന് കേട്ടു നോക്കണേ. അവസാനം ഇതുപോലെ എന്തെങ്കിലും ജീവിതശൈലി രോഗങ്ങളോ ഹൃദ്രോഗമോ വരുമ്പം എൻ്റെ പന്നിയിറച്ചി എന്നെ ചതിച്ചേ എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടാവരുത് കേട്ടോ. പന്നിയിറച്ചി ഇങ്ങോട്ട് തുറന്ന് ഇതാ മോനെ പിടിച്ചോ,
നിന്റെ രുചിക്ക് ഇതാ നല്ലൊരു ഗിഫ്റ്റ് എന്ന് പറയുമ്പം ആ അമിതവണ്ണം വന്ന് ഇതെല്ലാം വന്ന് വല്ല പ്രശ്നമൊക്കെ ആയിക്കഴിഞ്ഞ് എൻ്റെ പന്നി എന്നെ ചതിച്ചേന്ന് പറയുമ്പോഴത്തേനും ഡോക്ടറെ അസഹ്യമായ വിശപ്പ് കൊണ്ട് ഈ പന്നിയിറച്ചിയും ഈ ശവവും രക്തവും എല്ലാം തിന്നുമ്പോഴത്തേനും ഇത് മൊത്തം ഹലാലാക്കി തരുന്ന ആരാ ഡോക്ടറെ? ആ സമയത്ത് ട്രഡീഷൻ എങ്ങോട്ട് പോകും ഡോക്ടറെ? ഡോക്ടർ നല്ല പരിഹാസമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് ആ രീതിയിൽ തന്നെ തരുന്നത്. ആ ഡോക്ടർ ഒന്ന് പറഞ്ഞു തന്നെ ഡോക്ടറെ, ആ ഈ അസഹ്യമായ വിശപ്പ് കൊണ്ടേ ഡോക്ടർ ഇപ്പോൾ ഒരു വിശപ്പ് സഹിക്കാൻ പറ്റാതെ എൻ്റെ വീട്ടിലേക്ക് കയറി വന്നെന്ന് വെച്ചു. ഞാൻ നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് കുരുമുളകൊക്കെ അങ്ങോട്ട് ഇട്ട് നല്ല വരട്ടി അടിപൊളിയായിട്ട് വരട്ടി ഫ്രൈ ചെയ്ത് വിശപ്പ് കൊണ്ട് ഗതികെട്ട് കയറി വന്നിരിക്കുകയാണ് എൻ്റെ വീട്ടിലേക്ക്. ഞാൻ അത് അങ്ങോട്ട് എടുത്ത് വെച്ച് തരുന്നു ഡോക്ടറിന്. അങ്ങോട്ട് എടുത്ത് അങ്ങ് തരികയാണ് ഡോക്ടറിന്. ഡോക്ടർ അത് വെട്ടി അങ്ങ് വിഴുങ്ങി. ആരിപ്പോൾ ഈ വിശപ്പ് അസഹ്യമായ വിശപ്പ് കൊണ്ട് ചാകാൻ എന്ന് വെച്ചാൽ ജീവൻ നിലനിർത്തണമല്ലോ. അപ്പോൾ ഇത് കഴിക്കുമ്പോഴത്തേന് ആരാണ് ഡോക്ടർ ഇത് ഹലാലാക്കി തരുന്നത്? അപ്പോൾ ഹലാലാക്കി തരുന്ന അജീഷായിരിക്കും. ശരിയല്ലേ ഡോക്ടറെ? ഇജ്ജ് തിന്നോ പിള്ളേന്നും പറഞ്ഞ്. അപ്പോൾ ഈ തേങ്ങാക്കൊത്തൊക്കെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ അങ്ങോട്ട് കിടന്നങ്ങോട്ട് കിട്ടുമ്പോഴത്തേനും ഡോക്ടർ അത് തിന്ന് കഴിയുമ്പോഴത്തേനും അയ്യോ ഡോക്ടറെ, അള്ളാഹു നമ്മളെ ചതിച്ചല്ലോ എന്ന് പറയേണ്ടി വരും. ശരിയല്ലേ? കാരണം അള്ളാഹു നിങ്ങൾക്ക് പോലും തരാതെ നല്ല രീതിയിൽ വളർത്തി നല്ല 200 കിലോ 300 കിലോ ഒക്കെ ആക്കി വെച്ചിരിക്കുന്ന പന്നിയെ നല്ല ഇതേപോലെ അങ്ങോട്ട് വരട്ടി അങ്ങോട്ട് പൊരിച്ചങ്ങോട്ട് നല്ല സൂപ്പറാക്കി അങ്ങോട്ട് തരുമ്പോഴത്തേനും ഡോക്ടറെ ബഹുരസമാണ്. പണ്ട് ഞങ്ങളൊരു കഥ പറയുന്ന കണക്ക് ഒരു മുസ്ലിം പന്നിയിറച്ചി എന്നിട്ട് പുള്ളി കുത്തിയിരുന്ന് കരയുക. കരഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ചെന്നിട്ട് ചോദിച്ചു, എന്താടാ പുള്ള നീ ഇരുന്ന് കരയുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേനും പറയാണ്, ഇതുമാത്രം രുചിയുള്ള എൻ്റെ ഈ പന്നിയുടെ ഇറച്ചി എൻ്റെ വാപ്പായും വാപ്പാടെ വാപ്പായും എൻ്റെ കുടുംബക്കാരും ഒക്കെ കഴിക്കാതെ മരിച്ചു പോയല്ലോ എന്ന് ഓർത്തിരുന്ന് കരഞ്ഞതുപോലെ ആ സമയത്ത് നിങ്ങളിരുന്ന് കരയേണ്ടി വരും ഡോക്ടറെ. കാരണം അസഹ്യമായ വിശപ്പ്. ആ സമയത്ത് മരണം അടുത്ത് വരുന്ന സമയത്ത് പന്നിയിറച്ചി അങ്ങോട്ട് കിട്ടിയാൽ, ശവം അങ്ങോട്ട് കിട്ടിയാൽ, രക്തം അങ്ങോട്ട് കിട്ടിയാൽ ഡോക്ടർ എന്ത് ചെയ്യണം? മാട്ട് കടിക്കണം. മനസ്സിലായോ? അടിച്ചിട്ട് ഉറച്ചങ്ങോട്ട് നിൽക്കണം. അതുകൊണ്ട് ഡോക്ടറിനോട് ഒരു കാര്യം പറയാം. ഡോക്ടറെ പോലുള്ള എല്ലാ ദാവക്കാരോടും മുസ്ലിങ്ങളോടും പറയുകയാണ്, മുഹമ്മദിയരോട് പറയാണ്, പന്നിയിറച്ചി തിന്നുന്നു എന്ന് ക്രിസ്ത്യാനികളെ കുറ്റം പറഞ്ഞ് വരുന്ന മുസ്ലിങ്ങളോട് പറയുകയാണ്, ഇതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? കാരണം ന്യായപ്രമാണത്തെ സ്ഥാപിക്കാൻ വന്നയാൾ അത് മുഴുവനും ലംഘിച്ചു. മുഹമ്മദ് എന്ന് പറയുന്ന ആൾ മുഴുവനും ലംഘിച്ചു. മനസ്സിലായോ? അതിപ്പോൾ ഇവിടെ സ്ഥാപിച്ചു കഴിഞ്ഞു. ഖുറാനും ഹദീസും ഒക്കെ കൊണ്ട് അവിടെ സ്ഥാപിച്ചു കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹം സത്യദൈവത്തിൽ നിന്നുള്ളൊരു പ്രവാചകനല്ല. സത്യദൈവത്തിൻ്റെ നിയമത്തെ മാറ്റി വരുന്ന ആരാണ്? അവനാണ് കള്ളപ്രവാചകൻ. ഡോക്ടറിന് മനസ്സിലായോ? ഡോക്ടർ ഈ സ്കാച്ചാമിനിട്ടോ ഒരച്ചങ്ങാണ്ട് ഡോക്ടറേറ്റ് നേടിയതാണെന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും ബൈബിൾ വാക്യം വായിക്കുമ്പോൾ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ ഉപദേശം കൊടുക്കാൻ വരുമ്പോഴത്തേനും ഡോക്ടറെ ഒന്ന് ചിന്തിക്കുന്നില്ല. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഇങ്ങനെ എടുത്ത് അങ്ങോട്ട് തിന്നുമ്പോൾ, അല്ല ഡോക്ടറെ ഈ ബീഫ് തിന്നുമ്പോൾ ഒരു കുഴപ്പമില്ല, കൊളസ്ട്രോൾ ഇല്ല. ഈ ബീഫിന് കൊളസ്ട്രോൾ ഇല്ലല്ലേ? മനുഷ്യന് കൊളസ്ട്രോൾ ഉണ്ടാക്കുന്ന ഭക്ഷണമല്ല ബീഫ്. അതേപോലെ തന്നെ അതിൻ്റെ അകത്ത് നെയ്യൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. ബീഫ് എത്ര വേണേലും തിന്നാം, ഒട്ടകം എത്ര വേണേലും തിന്നാം അല്ലേ? കൊള്ളാലോ ഡോക്ടറെ. ഇപ്പോൾ ഡോക്ടർ ഒരു കാര്യം ചെയ്യും, നമുക്ക് വേണമെങ്കിൽ ഒരു ശകലം പന്നിയൊക്കെ മേടിച്ച് നല്ല രീതിയിൽ അങ്ങോട്ട് തരാം. ഒന്ന് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഡോക്ടർ അവിടെ നിന്ന് മാറൂല. അമ്മാതിരി ടേസ്റ്റുള്ള സാധനമാണ്. അതുകൊണ്ട് ഈ മാതിരി വർത്തമാനമായിട്ട് ഇങ്ങോട്ട് വരരുത്. അതുകൊണ്ട് നിങ്ങളോട് പറയുകയാണ്, ഡോക്ടറിനോടും കൂട്ടുകയാണ്, ട്രഡീഷൻ മുഹമ്മദ് കൊണ്ടുവന്ന ട്രഡീഷൻ എന്ന് പറയുന്ന കള്ളപ്രവാചകനായിട്ടുള്ള ആളാണ്, സത്യദൈവത്തിൽ നിന്നുള്ള ഒരാളെയല്ല. അതുകൊണ്ട് ഇത്തരം പ്രവാചകന്മാരുടെ മുമ്പാകെ നടന്നുകൊണ്ട് നിങ്ങളുടെ ഖബറിലേക്ക് പോയി മുൻകീറിൻ്റെ നക്കീറിൻ്റെ അടി മേടിച്ച് അങ്ങ് പരലോകത്ത് മുഹമ്മദ് അടി മേടിക്കുന്നിടക്ക് കിടന്ന് പോകാൻ വേണ്ടി ശ്രമിക്കരുത് ഡോക്ടറെ. അതുകൊണ്ട് ആ ബൈബിളിൻ്റെ അകത്ത് കുറച്ച് ബാക്കിയും കൂടെ ഈ ഡോക്ടർ വായിച്ച അധ്യായം മാത്രമല്ല, വെളിപ്പാട് വരെയുള്ള അധ്യായങ്ങൾ അതൊക്കെ ഒന്ന് വായിക്കുമ്പോൾ അതിൻ്റെ അകത്ത് വായിച്ച് വരുമ്പോഴത്തേനും ഒരാളെ പറ്റി പറയുന്നുണ്ട്. യെശയ്യാവിൻ്റെ പുസ്തകമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും പറയുന്നുണ്ട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞ ഒരാളെ പറ്റി പറയുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലൻ്റെ മുമ്പിലേക്ക് സൂര്യനേക്കാൾ വെല്ലുന്ന വെളിച്ചമായി വന്ന ഒരാളെ പറ്റി പറയുന്നുണ്ട്. സകല മനുഷ്യരുടെ, മുഹമ്മദിൻ്റെയും ഡോക്ടറിൻ്റെയും സകല മനുഷ്യരുടെയും പാപങ്ങൾക്കായിട്ട് ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരാളെ പറ്റി പറയുന്നുണ്ട്. അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഗുരു എന്ന് പറയുന്ന പരിശുദ്ധനായ യേശുക്രിസ്തു. മനസ്സിലായോ? ആ നിസ്തുല്യനായ യേശുക്രിസ്തു തന്നതുപോലുള്ള ഒരു പാഠം അല്ലെങ്കിൽ ഒരു പഠനം മുഹമ്മദ് പോലും ഭൂമിയിലേക്ക് വെച്ചിട്ടില്ല. ഇല്ല എന്നുണ്ടെങ്കിൽ ഡോക്ടർ ഒരു കാര്യം ചെയ്യും, മുഹമ്മദിന് ഡോക്ടറിന് മുമ്പിൽ കാണിച്ചു തന്ന ഒരു 5 മാതൃക എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണേ. ട്രഡീഷൻ മുഹമ്മദ് ആണല്ലോ ഡോക്ടറിന് തന്നത്, അതുകൊണ്ട് പറഞ്ഞതാണ്. അതിപ്പോൾ എന്നെ കേട്ടവരോട് പറയുകയാണ്, നമ്മളുടെ ഉള്ളിലേക്ക് പോകുന്ന കാര്യം കൊണ്ടല്ല നമ്മളെ അശുദ്ധമായി നമ്മുടെ വായിൽ നിന്ന് വരുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് യേശുക്രിസ്തു പറഞ്ഞ ആ വാക്യങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കുക.
ഇനിയും വേറൊരു കാര്യം കൂടെ പറയാം. ഇതും പറഞ്ഞുകൊണ്ട് എൻ്റെ കാക്കാമാരെ, ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ഇനിയുള്ള ക്രിസ്ത്യാനികളോട് പന്നിയിറച്ചി കഴിക്കുന്നവരാണെന്നും പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ അസഹ്യമായ വിശപ്പുണ്ടാകുന്ന സമയത്ത് പന്നിയെന്നല്ല ശവത്തിനെ വരെ തിന്നാം. ഞങ്ങൾ പന്നിയിറച്ചിയല്ലേ തിന്നുന്നത്, നിനക്കൊക്കെ ശവം തിന്നാം, രക്തം കുടിക്കാം. മനുഷ്യൻ്റെ ശവമല്ല പിന്നെ എന്താ തിന്നുന്നത്? അതുവരെ തിന്നാം. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളുമായിട്ട് വരരുത്. ഡോക്ടറിനോടും കൂട്ടറിനോടും എന്നെ കേട്ടവരോടും പറയുകയാണ്, ഇന്ന് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ച് നിത്യജീവൻ അവകാശികളായി കർത്താവായ യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ വിശ്വസിച്ച് അതരം കൊണ്ട് ഏറ്റുപറഞ്ഞ് രക്ഷകനെ നാഥനുമായി സ്വീകരിച്ച് പുതിയ സൃഷ്ടിയായി ജീവിപ്പാൻ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ.